നമസ്കാരം. ബിഗ് ബോസ് ഡേ 27 സാറ്റർഡേ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഒരു രക്ഷയുമില്ലാത്ത എപ്പിസോഡായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് മുഴുവൻ ഒരൊറ്റൊരാളാണ് കൊണ്ടുപോയത്. മറ്റാരുമല്ല, നമ്മുടെ ലാലേട്ടൻ. ബിബി ചരിത്രത്തിൽ ലാലേട്ടൻ ഇത്രയും അടിപൊളിയായി ഹോസ്റ്റ് ചെയ്ത മറ്റൊരു സീസൺ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച, കാണാൻ ആഗ്രഹിച്ച ഒരു ലാലേട്ടനെയാണ് നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റിയത്. ഏതായാലും ഇന്നലത്തെ ഡ്രാമാറ്റിക് എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ എടുത്തുവയ്ക്കുന്ന വിഷയം വീട്ടിൽ ആരാണ് കഴിഞ്ഞ ദിവസം ഗ്യാസ് ഓൺ ചെയ്തത് എന്നതായിരുന്നു. ആ എപ്പിസോഡിന്റെ ഫുൾ റിവ്യൂ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. ലാലേട്ടൻ ഓരോരുത്തരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരം, ആരാണ് ഗ്യാസ് ഓൺ ചെയ്തത് എന്ന് ഒരു വ്യക്തിക്ക് മാത്രം അറിയാം. അതാരായിരിക്കും? ഗ്യാസ് ഓൺ ചെയ്ത വ്യക്തി തന്നെ. അതെ, അത് ജാസ്മിൻ തന്നെയാണ്. ജാസ്മിനെ ശകാരിക്കുക മാത്രമല്ല, വിഷ്വൽ ഉൾപ്പെടെ കാണിച്ച ലാലേട്ടൻ പൊരിച്ചെടുത്തു. ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിനോട് എന്തു ചോദിച്ചാലും എനിക്ക് ഓർമ്മയില്ല ലാലേട്ടാ, എനിക്കറിയില്ല ലാലേട്ടാ, ഈ ഒരു ഡയലോഗ് മാത്രമാണ് ജാസ്മിന്റെ വായിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറെന്തോ ചിന്തയിൽ മുഴുകിയിരുന്ന റസ്മിനിട്ടും കൊടുക്കാൻ ലാലേട്ടൻ മറന്നില്ല. ഗ്യാസിന്റെ കാര്യം ചോദിച്ചപ്പോ ഇന്നലെ ഉണ്ടാക്കിയ പുട്ടിന്റെയും മുട്ടയുടെയും കാര്യമായിരുന്നു റസ്മിൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ ഏത് ലോകത്താണ് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ ചെയ്ത തെറ്റിന് വലിയൊരു പണിഷ്മെന്റ് വീട്ടിലുള്ളവർക്ക് മുഴുവനായി ലാലേട്ടൻ കൊടുക്കുന്നു. 1000 പോയിന്റ്സ് ആണ് നെക്സ്റ്റ് വീക്കിലെ ലക്ഷറി പോയിന്റ്സിൽ നിന്നും ലാലേട്ടൻ കട്ട് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ അസഭ്യ വാക്കുകൾ വിളിക്കുന്നതിനെ പറ്റിയായിരുന്നു ലാലേട്ടൻ ചോദ്യം ചെയ്തത്. വീട്ടിലിരുന്ന ഒരു സാധാരണ പ്രേക്ഷകന് കാണാൻ പറ്റാത്ത അത്രയും നിലവാരമില്ലാത്ത രീതിയിലാണ് ഈ ഷോ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലാലേട്ടൻ എടുത്തു പറയുകയുണ്ടായി. ഇതുവരെയുള്ള ബിബിയിൽ ഇത്രയും മോശം സീസൺ ഇല്ല എന്നും ലാലേട്ടൻ പറഞ്ഞു. പ്രേക്ഷകർ തന്നെ ഒരുപാട് കമന്റ്സിലൂടെ അവരുടെ പരാതികൾ പറഞ്ഞതായി ലാലേട്ടൻ അറിയിക്കുന്നുണ്ട്. എന്നിട്ട് ഗബ്രിയോട് പ്രേക്ഷകരിൽ നിന്നും വന്ന ഒരു കമന്റ് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് വായിക്കൂ എന്നും പറയുന്നുണ്ട്. ഇത് വായിക്കാൻ ലാലേട്ടൻ ഗബ്രിയെ തന്നെ തിരഞ്ഞെടുത്തത് വളരെ നന്നായി. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: സത്യം പറയാലോ, ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ബിഗ് ബോസ് സീസൺ ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് സംസ്കാരമില്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് ആ ജാസ്മിനും ഗബ്രിയും ജിൻഡോയും ഒക്കെ. എന്താ സംസാരം? ഇതാണോ സംസ്കാരം? കുട്ടികളൊക്കെ കാണുന്ന പരിപാടിയല്ലേ? ഇതിൽ നിന്നും എന്താണ് പഠിക്കേണ്ടത്? കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണിൽ ലെസ്ലി, റോബിൻ, റിയാസ് ഒക്കെ പ്രൊവോക്കിംഗ് ഗെയിം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കളിച്ചിരുന്നത്. സീസൺ 1, 2, 3, 4, 5 നിന്നും ഇത്രയും നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടില്ല. സിജു ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ആളായിരുന്നു. അഖിൽ മാരാർ നയിച്ച സീസൺ നല്ല രസമായിരുന്നു. ദയവ് ചെയ്ത് നിലവാരം ഉയർത്തുക, ഇതായിരുന്നു കമന്റ്. ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ കമന്റ് മുഴുവൻ കേട്ട ഉടൻ ഒരു ദീർഘനിശ്വാസം ജാസ്മിൻ ഇടുന്നുണ്ട്. അത് വേറൊന്നുമല്ല, എന്നെയും ഗബ്രിയും പറ്റി വേറൊന്നും വന്നിട്ടില്ലല്ലോ അല്ലേ എന്നായിരുന്നു. ജാസ്മിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. എന്നിട്ട് ജിൻഡോയോടും ഗബ്രിയോടും മോശം വാക്കുകൾ സംസാരിച്ചതിനെ പറ്റി ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നു. എന്നാൽ ഓരോ തവണ ഗബ്രി വാ തുറക്കുമ്പോഴും ലാലേട്ടൻ അടിച്ചമർത്തി അവിടെ ഇരുത്തുന്നുണ്ട്. ചെയ്തത് തെറ്റാണെന്ന് ഗബ്രി പറഞ്ഞപ്പോ ലാലേട്ടൻ പറയുന്നുണ്ട്, തെറ്റാണെന്ന് സമ്മതിച്ച ഉടനെ മാന്യനായി മാറാൻ പറ്റില്ല എന്ന്. ഇതോടെ ഗബ്രിക്ക് ഒരു കാര്യം മനസ്സിലായി, വാ തുറന്ന അപ്പ കിട്ടും, പിന്നെന്താ ചെയ്യാ, നിന്ന് കേക്ക തന്നെ. ജിൻഡോ പറഞ്ഞത് തന്നെ ഗബ്രി പ്രവോക്ക് ചെയ്ത് തന്നെ മോശം വാക്കുകൾ ഉപയോഗിക്കുകയും വീട്ടുകാരെ പറയുകയും ചെയ്തപ്പോഴാണ് താൻ തിരിച്ച് പ്രതികരിച്ചത് എന്നാണ്. അതിലും ലാലേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതൊരു പ്രവോക്കിംഗ് ഗെയിമാണ്, നിങ്ങളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. ലാസ്റ്റ് ജാസ്മിനോട് ചോദിക്കുന്നു, ജാസ്മിന്റെ പേരിൽ വളരെയധികം അലിഗേഷൻസ് ആണ് ഉള്ളതെന്ന്. ലാലേട്ടൻ ജാസ്മിനോട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറും തെറിവിളി മാത്രമല്ല, ഗബ്രിയായിട്ടുള്ള മറ്റ് കാര്യങ്ങളും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും ജാസ്മിനോട് ചോദിക്കുന്നു, ജാസ്മിൻ ഇങ്ങനാണോ സാധാരണ സംസാരിക്കാറ് എന്ന്. എല്ലാത്തിനും തർക്കുത്തരം പറയുന്ന ആളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജാസ്മിൻ ആണെന്ന് പറഞ്ഞാലും അതിശയം തോന്നേണ്ടതില്ല. അതുകൊണ്ട് ജാസ്മിന് ഒരു മുഴം മുന്നേ എറിഞ്ഞ് ലാലേട്ടൻ പറയുന്നുണ്ട്, ഇങ്ങനാണോ നിങ്ങൾ സാധാരണ സംസാരിക്കുന്നേ? ഇങ്ങനാണെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ലെന്ന്. വായിൽ പിരിവെട്ടിയ ഒരു നിൽപ്പായിരുന്നു ഇത് കേട്ട ശേഷം ജാസ്മിൻ. ബഹളം വെച്ചാലോ തെറി പറഞ്ഞാലോ ഒന്നും ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നും അതിലൊന്നും ഒരു കാര്യവുമില്ലെന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്ത ഒരു ടാസ്കും കൊടുക്കുന്നുണ്ട്. 18+ എന്ന് എഴുതിയ ഒരു വലിയ ലോക്കറ്റുള്ള മാലയാണ് എല്ലാവർക്കും നൽകുന്നത്. ആദ്യം ഋഷിയെ തന്നെ വിളിച്ച് ഈ വീട്ടിൽ മോശം വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിക്ക് ഈ മാല അണിയിക്കാം എന്ന് പറയുന്നു. ഈ ഒരു ടാസ്കിലൂടെ ഋഷിയുടെ ഗെയിം വളരെ വ്യക്തമാവുന്നുണ്ട്.
തന്റെ സുഹൃത്താണെങ്കിലും നെക്സ്റ്റ് വീക്കിൽ വരാൻ പോകുന്ന പവർ ടീമിലുള്ള ആളാണ് ഗബ്രി എങ്കിലും ഋഷി തന്റെ നിലപാട് വ്യക്തമായി അവിടെ വെക്കുന്നുണ്ട്. ഗബ്രിക്കാണ് ഋഷി ആ മാല അണിയിക്കുന്നത്. എന്നാൽ ഏതു നേരവും ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ച് വിമർശിക്കുന്ന, അവരുടെ ഭാഷയും ഗെയിമും ഒട്ടും ശരിയല്ല എന്ന് പറയുന്ന അൻസിബ ജിൻഡോയ്ക്കാണ് ആ ചെയിൻ നൽകുന്നത്. ഇതൊരു സേഫ് ഗെയിം ആയാണ് ഫീൽ ചെയ്തത്. ബിക്കോസ് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ജാസ്മിനും പവർ ടീമിൽ ഗബ്രിയും ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അൻസിബ നടത്തിയ ഒരു ചീപ്പ് സേഫ് ഗെയിം ആയിട്ടാണ് തോന്നിയത്. അതോടൊപ്പം അപ്സര, ശരണ്യ, ശ്രീതു, അർജുൻ ഇവരെല്ലാവരും ജിൻഡോയ്ക്കാണ് ആ ടാഗ് നൽകുന്നത്. ശരണ്യെ ടാസ്കിനിടയ്ക്ക് അത്രയും മോശം രീതിയിൽ അറ്റാക്ക് ചെയ്യുകയും തുടർന്നുള്ള കോൺവെർസേഷനിൽ അത്രയും മോശമായി സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഗബ്രി. എന്നിട്ടും ശരണ്യൊക്കെ കളിച്ചതും ഒരു സേഫ് ഗെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ വീക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത വ്യക്തി ഗബ്രി തന്നെയാണ്. അതിന് തൊട്ടു താഴെ ജിൻഡോ, ജാസ്മിൻ എന്നിവരും. ജിൻഡോയ്ക്ക് 8 പേരാണ് ടാഗ് കൊടുത്തത്. ജാസ്മിന് 2 ടാഗ് ലഭിച്ചു. അത് യമുനയും ജാൻമണിയുമാണ് നൽകിയത്. ജാൻമണിക്ക് ശ്രീലേഖ ഒരു ടാഗ് കൊടുത്തു. ഈ ഗെയിമിന്റെ അവസാനം ലാലേട്ടൻ പറയുന്നു, ബിഗ് ബോസ് വാർണിംഗ് നൽകിയതിനു ശേഷവും വീട്ടിൽ എത്രയും മോശമായി പദപ്രയോഗങ്ങൾ നടത്തിയ ജിൻഡോയെയും ഗബ്രിയെയും ഞാൻ എന്റെ തീരുമാനപ്രകാരം സ്പോട്ട് എവിക്ഷൻ ചെയ്യുന്നുവെന്ന്. അതൊരു കിടിലൻ ട്വിസ്റ്റ് ആയിരുന്നു. വീട്ടിലുള്ള ആർക്കും തന്നെ അതിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടി ഈസിയായി പോയല്ലോ എന്ന സമാധാനമായിരുന്നു എല്ലാവർക്കും. എന്നാൽ അവർ പോകുന്നതിന് മുമ്പ് ഗബ്രിയെ ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്നത് റസ്മിനാണ്. ഇതേ റസ്മിൻ സൈഡിൽ മാറി നിന്ന് സന്തോഷം കൊണ്ട് ചിരിക്കുന്നുണ്ട്. ഇത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. അങ്ങനെ ഇവർ ഇരുവരും പുറത്തേക്ക് പോന്നു. ഇവരെ കണ്ണുകെട്ടി ഒരു റൂമിൽ കുറെ നേരം ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ആ അറ്റ്മോസ്ഫിയർ ഒന്ന് ലൈറ്റ് ആക്കാനായി ലാലേട്ടൻ എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ഡയലോഗ് എഴുതിയ പേപ്പർ എടുത്ത് ഡിഫറെന്റ് മോഡുലേഷൻസിൽ ആ ഡയലോഗ് ഡെലിവർ ചെയ്യുക. അതത്ര രസമായി പറയാൻ ഒന്നും. ഇതിനുശേഷം ലാലേട്ടൻ ജിൻഡോയോടും ഗബ്രിയോടും സംസാരിക്കുന്നുണ്ട്. ആ ടൈമിൽ പോലും ജിൻഡോയുടെ എക്സ്പ്രഷനും ഡയലോഗും ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. കുറെ മാപ്പ് ചോദിക്കുന്ന ജിൻഡോയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് ജിൻഡോ ലാലേട്ടനോട് പറയുന്നുണ്ട്, ലാലേട്ട, ഇങ്ങനെ ഞാൻ പുറത്തുപോയ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന്. ഇത് കേട്ട ഉടൻ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് വരെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നു, വിചാരിക്കട്ടെ, ഇതൊക്കെ ഇപ്പോഴാണോ ഓർക്കുന്നതെന്ന്. അപ്പൊ ജിൻഡോ വീണ്ടും പറയുന്നുണ്ട്, പ്ലീസ് ലാലേട്ട, പ്ലീസ് ലാലേട്ട, ഞാൻ ജസ്റ്റ് ഒരു അച്ഛനെ മാത്രമേ വിളിച്ചുള്ളൂ എന്ന്. അത്രയും സീരിയസ് മോഡിൽ ഇരുന്നിട്ടും സത്യം പറഞ്ഞ ആ സമയത്ത് ജിൻഡോ ഇത് പറയുമ്പോൾ ശരിക്കും പൊട്ടിച്ചിരിക്കുകയാണ് എല്ലാവരും. എന്നാൽ ഗബ്രി ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. വാ തുറന്ന അപ്പ സ്പോട്ടിൽ കിട്ടുമെന്ന് ഗബ്രിക്ക് മനസ്സിലായി. എന്നാൽ ജിൻഡോ പോയി ഗബ്രിയെ കെട്ടിപ്പിടിച്ചിട്ട്, ഞങ്ങൾ തമ്മിൽ വേറെ ഒരു പ്രശ്നവുമില്ല ലാലേട്ട, ഞങ്ങളോടൊന്ന് ക്ഷമിക്ക് ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ഗബ്രിയെ ആക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ജിൻഡോ സ്പർശിച്ചാൽ അയാൾക്ക് പ്രശ്നം ആണെന്നാണല്ലോ ഗബ്രി പറഞ്ഞത്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരു ടാസ്കിന്റെ ഭാഗമായി സ്റ്റിക്കർ അയാൾ നിങ്ങളുടെ ദേഹത്ത് ഒട്ടിച്ചാൽ അതിന് എന്താണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായത് എന്ന് ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു വാർണിംഗ് പോലെയും നൽകുന്നുണ്ട്. വേണ്ടാത്ത കഥകൾ ഉണ്ടാക്കുന്ന എല്ലാരെയും കൈയോടെ പൊക്കുന്നുണ്ടെന്ന് ഗബ്രിക്ക് ലാലേട്ടൻ ഒരു താക്കീത് നൽകുന്നുണ്ട്. അങ്ങനെ വീട്ടിലുള്ളവരുടെയും ബിഗ് ബോസിന്റെയും സമ്മതപ്രകാരം അവരെ വീണ്ടും ബിഗ് ബോസ് ഹൌസിലേക്ക് ലാലേട്ടൻ കയറ്റുന്നുണ്ട്. മറ്റ് കണ്ടസ്റ്റന്റ്സിനോട് അവരെ വീട്ടിൽ കയറ്റുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരാൾ മാത്രമാണ് അവരെ ഇനി കയറ്റരുത് എന്ന് തീർത്തു പറഞ്ഞത്. അത് മറ്റാരുമല്ല, നോറയാണ്. നോറയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ 2 പേർ ഇത്രയും ഈസിയായി പുറത്തേക്ക് പോകുമ്പോൾ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നോറയുടെ ആ ഒരു മുഖഭാവം കാണേണ്ടതായിരുന്നു. അങ്ങനെ എപ്പിസോഡിന്റെ അവസാനം എത്തിയിരിക്കുകയാണ്. ഈ വീക്കിലെ എവിക്ഷൻ ആണ്. ഗബ്രി, ജാസ്മിൻ, അപ്സര, ഋഷി, അൻസിബ, നോറ, യമുന, ശ്രീതു എന്നിവരായിരുന്നു എലിമിനേഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ ശ്രീതുവിനെ ആദ്യം തന്നെ സേഫ് ആക്കുന്നുണ്ട് ലാലേട്ടൻ. പിന്നാലെ ജാസ്മിൻ, ഗബ്രി, അപ്സര, അൻസിബ എന്നിവരും സേവ് ആവുന്നുണ്ട്. അവസാനമുള്ള 3 പേർ ഋഷി, നോറ, യമുന എന്നിവരെ വെച്ച് പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാസ്ക് കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. നല്ലൊരു രസകരമായ ടാസ്ക് ആയിരുന്നു എലിമിനേഷൻ ഉണ്ടായിരുന്നത്. പുറത്ത് ലോണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സിൽ കൈമുക്കി അതിൽ ആരുടെ കയ്യിലാണോ റെഡ് കളർ അവർ എലിമിനേറ്റ് ആവും. അങ്ങനെ യമുന ബിഗ് ബോസ് വീട്ടിൽ നിന്നും എലിമിനേറ്റ് ആവുന്നു. ഇത് കണ്ട ഉടൻ യമുനയ്ക്ക് പോലും ഇല്ലാത്ത അത്രയും വിഷമവും സങ്കടവും അവിടെ ഒരാൾക്കുണ്ടാവുന്നുണ്ട്. ജാൻമണി ആ തറയിൽ കിടന്ന് ഉരുണ്ടലറി കരയുന്നുണ്ട്. ഇതിനിടയിൽ ഒരാൾ ഔട്ടായിട്ടും ഒരാൾ അവിടെ കിടന്ന് കരഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ബാത്റൂമിലേക്ക് ഓടുന്ന നോറയാണ് കാണാൻ സാധിക്കുന്നത്. നേരെ ബാത്റൂമിലേക്ക് ഓടിപ്പോയി ഡാൻസ് കളിക്കുകയാണ് നോറ. എന്നാലും ജാൻമണി ഇത്രയും കരഞ്ഞത് എന്തിനാവും? യമുന പോയതിനേക്കാൾ ജാൻമണിയെ സങ്കടപ്പെടുത്തിയത് നോറ സേഫ് ആയതാണോ? ഏതായാലും ഒരിടത്ത് ജാൻമണിയുടെ കരച്ചിലും വേറൊരിടത്ത് നോറയുടെ ഡാൻസോടും കൂടി ഇന്നലത്തെ ഉഗ്രൻ എപ്പിസോഡ് അവസാനിച്ചു. ഇനി മുന്നോട്ടുള്ള ബിഗ് ബോസിന്റെ ഉഗ്രൻ എപ്പിസോഡുകളുടെ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ മീഡിയാസ്കോപ്പ് ചാനൽ.